മോർണിംഗ് എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഒരു ചെറിയ റീഡിങ് ഇടുന്നുണ്ട്. കുറച്ച് ഓക്കെ അല്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഡെയിലി ഇടാൻ പറ്റുന്നില്ല. ഓക്കെ, ചില ദിവസം എന്നല്ല, ലോങ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, സോ ജസ്റ്റ് ഒരു ചെറിയ അപ്ഡേറ്റ് എന്തായാലും ഇടാം. എന്നേക്ക് നിങ്ങൾക്ക് ഇന്നത്തെ എനർജി, നിങ്ങൾക്ക് കാർഡ്സ് നിങ്ങളോട് എന്താ പറയുന്നത് നോക്കാം. നമുക്ക് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് നോക്കാം. ഇന്നത്തെ ദിവസത്തേക്ക് നിങ്ങൾക്കുള്ള മെസ്സേജ് യൂണിവേഴ്സിന്റെ എന്താ പറയുന്ന ടു ഓഫ് വാൻഡ്സ്, 3 ഓഫ് വാൻഡ്സ്, 4 രസമായിരിക്കും. ഓക്കെ, ഡെവിൾ. എന്ത് സിറ്റുവേഷൻ ആയിരിക്കാം എന്നുകൂടി ഒരു കാർഡ് എനിക്ക്. ഓക്കെ, അഗൈൻ വാൻഡ്സ് ആണ്. ഓക്കെ, ഇവിടെ മെയിനായിട്ട് എനിക്ക് കാണുന്നത് നിങ്ങൾക്ക് ചില ഐഡിയാസ് ഉണ്ട് നിങ്ങളുടെ കയ്യിൽ. ഓക്കെ, നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. കരിയറിലായിരിക്കാം, നിങ്ങളുടെ ജോലിയിലായിരിക്കാം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യമാണ് എനിക്ക് കാണുന്നത്. എന്തെങ്കിലും ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ. ഓക്കെ, ഇപ്പോൾ ചെയ്യുന്നതല്ല, ഐ തിങ്ക് നിങ്ങൾ ഓൾറെഡി എന്തോ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഇനി അതിനെ മുന്നോട്ട് എന്ത് ചെയ്യും എന്നൊരു സ്റ്റേജിലെത്തി നിൽക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, 1 ഓൾറെഡി കഴിഞ്ഞു. ഇവിടെ 2 and 3 ഉണ്ട്. ഇവിടെ നമുക്ക് ടു വോൺസ്, സോറി, കാണുന്ന പോലെ വയ്ക്കാം. 2 of wands ഉണ്ട്, 3 of wands ഉണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെയും ക്വീൻ ഓഫ് വാൻഡ്സ് ആണ് കാണുന്നത്. സോ എന്തൊക്കെയോ നിങ്ങളുടെ മനസ്സിൽ ഐഡിയാസ്, നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ, നിങ്ങൾ പ്രോജക്റ്റ് ആയിരിക്കാം, നിങ്ങളൊരു ജോലിയിലായിരിക്കാം, കരിയറിൽ പഠിക്കാൻ എന്ത് കാര്യമായാലും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ ലൈഫിൽ എന്തെങ്കിലും, ലൈക്ക് ഓൾറെഡി നിങ്ങളിപ്പോൾ ജോലിയിലാണെങ്കിൽ, ഓക്കെ, ഈ ജോലിയിൽ ഇനി നെക്സ്റ്റ് പ്രൊമോഷൻ എങ്ങനെ കിട്ടും, അല്ലെങ്കിൽ ഞാൻ വേറെ ജോലി നോക്കണോ, വേറെ എന്തെങ്കിലും മാറണോ, ഓക്കെ, അല്ലെങ്കിൽ എന്നെ തന്നെ ഡെവലപ്പ് ചെയ്യാൻ ഇപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്, കുറച്ചുകൂടി പഠിക്കണോ. ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ ഓപ്ഷൻ നിങ്ങളൊന്ന് ചിന്തിക്കുകയാണ്. ദാറ്റ് ഇനി ലൈഫിൽ ഇതിന് നിങ്ങളുള്ള ചെയ്യുന്ന കാര്യം, ഓക്കെ, മേ ബി അതിനെ തന്നെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, എങ്ങനെ ഫോർവേഡ് കൊണ്ടുപോകാം. ഒരു ബിസിനസ് ആണെങ്കിൽ അത്, നിങ്ങൾ വീട്ടിൽ എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ, സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന ബിസിനസ് ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഈവൻ പാർട്ട്ണർഷിപ്പിലും ആവാം. ഓക്കെ, പാർട്ട്ണർഷിപ്പിലായാലും മേ ബി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്ത കാര്യം, ജോലിയിലായാലും, ഓക്കെ, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ, ഓക്കെ, ഈവൻ റിലേഷൻഷിപ്സിൽ പാർട്ട്ണർഷിപ്സ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങളൊരു ബന്ധത്തിലാണ്. അപ്പോൾ അതിനെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യണം എന്ന രീതിക്ക് ഒരു ചിന്ത. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ ഐ തിങ്ക് നിങ്ങൾ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു. ഓക്കെ, ബട്ട് അതിനെ ഇനി നിങ്ങൾക്ക് അത് കുറച്ചുകൂടി ഇനി മുന്നോട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ. ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു സ്റ്റേജാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, പഠിക്കാൻ ശ്രമിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ ശരിക്കും ഒരു എന്താ പറയുക, വേൾഡ് തന്നെ ഓപ്പൺ ആണെന്ന് പറയാം. ഓക്കെ, ഒരു അങ്ങനെ ഒരു കാര്യമാണ് എനിക്ക് കാണുന്നത്. ആൻഡ് അതിന് വേണ്ടിയുള്ള പ്ലാനിങ്, ഓക്കെ, അതിന് വേണ്ടിയുള്ള പ്ലാനിങ് എനിക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ആദ്യം കാര്യങ്ങളെ അനലൈസ് ചെയ്ത് മനസ്സിലാക്കി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യാൻ പറ്റുക എന്ന രീതിക്ക് ചിന്തിച്ച്, ഇവിടെ അതിന് നിങ്ങളോട് പറയുന്ന, യൂണിവേഴ്സ് പറയുന്ന പ്ലാനിങ് കൂടി തുടങ്ങൂ, പ്ലാനിങ് ചെയ്യൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങളെല്ലാം നോക്കി കണ്ടു മനസ്സിലാക്കി ഇനി എന്താ ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു സ്റ്റേജിലായിരിക്കാം. ബട്ട് ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് പ്ലാനിങ് കൂടി നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇനി ഓക്കെ, ഇതിനെ നെക്സ്റ്റ് ഫുൾ എക്സ്പാൻഡ് ചെയ്യണം. മേ ബി നിങ്ങൾ എന്തെങ്കിലും ചിലപ്പോൾ ഹെൽപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കാര്യമായിരിക്കാം. നമ്മൾ പറയില്ല, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ മേ ബി ഒരു മെസ്സേജ് വരാൻ വെയിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ചിലപ്പോൾ കുറച്ച് പണം കിട്ടാൻ വെയിറ്റ് ചെയ്യുന്നു. മേ ബി നമ്മൾ ബിസിനസ് ഒക്കെ ആണെങ്കിൽ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ലോൺ അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുക. വീട് കെട്ടാനാണെങ്കിലും ശരി, എന്തുകൊണ്ടാണ് അത് പറഞ്ഞതെന്ന് അറിയില്ല, ആർക്കെങ്കിലും റെസനേറ്റ് ആവാം. വീട് കെട്ടാനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ്സിനെ കുറച്ചുകൂടി നമ്മൾ വലുതാക്കാൻ ശ്രമിക്കുക, അതിന് നമുക്ക് പണം ആവശ്യമുണ്ടാവും. സോ അതിന് വേണ്ടി വെയിറ്റിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും ഹെൽപ്പ് വരാൻ വെയിറ്റ് ചെയ്യുമായിരിക്കാം, അല്ലെങ്കിൽ ഓർഡർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, ജോലിയിലാണെങ്കിൽ നിങ്ങൾ കരിയറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വരാൻ വെയിറ്റ് ചെയ്യുക. സോ അങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ പ്ലാനിങ് നടക്കുന്നുണ്ട്. ഒരു പ്ലാനിങ് സ്റ്റേജസ് ആണ് എനിക്ക് കാണുന്നത്. അനലൈസിങ് ആൻഡ് പ്ലാനിങ് രണ്ടും കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങളുടെ മനസ്സിലപ്പോഴേക്കും ഡൗട്ട് വരികയാണ്. ഓക്കെ, ഡെവിൾ എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ എനിക്ക് ഒരുപാട് നെഗറ്റീവ് ഒന്നും അല്ലാതെ, പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഡൗട്ട് കയറി വരികയാണ്. ഓക്കെ, ഞാൻ ഈ ചെയ്യുന്നതൊക്കെ നടക്കുമോ, ഞാൻ ആഗ്രഹിക്കുന്നത് നടക്കുമോ, അല്ലെങ്കിൽ എന്താ പറയുക, വിചാരിച്ച പോലെ എല്ലാം എനിക്ക് നേടാൻ സാധിക്കുമോ എന്ന രീതിക്ക് നിങ്ങളുടെ മനസ്സിൽ ഡൗട്ട് കയറി വരികയാണ്. ഓക്കെ, ആ ഡൗട്ട് നിങ്ങളെ പിടിച്ചു വെക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഒരു നെഗറ്റീവ് എനർജി മേ ബി എന്തോ എനിക്ക് അങ്ങനെ പെട്ടെന്നൊരു മൂന്നാമത്തെ ഒരു വ്യക്തി എന്ന, ഇവിടെ 2 വ്യക്തികളുണ്ട്, ഒരാളെയും കൂടെ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു
സോറി, കുറച്ച് പേർക്ക് മേ ബി ജലസി ഫേസ് ചെയ്യുന്നുണ്ടാവാം നിങ്ങൾ. ഓക്കെ, ഇവിടെയും ഒരു 3 എന്നുള്ളതുണ്ട്, ഇവിടെയും 3 കാണും. എനിക്കെന്തോ എൻ്റെ മനസ്സിൽ, സോറി ഇന്നെന്താണെന്നറിയില്ല, മേ ബി വല്ല ജലസി, കണ്ണ് തട്ടൽ, ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം കുറച്ച് പേർക്ക് കേട്ടോ, എല്ലാവർക്കും അല്ല. ഓക്കെ, കുറച്ച് പേർക്ക് അങ്ങനെ ഒരു കാര്യം ഉണ്ടാവാം. ഇത് കൂടുതലും പക്ഷെ എനിക്ക് മനസ്സിൻ്റെ പേടിയാണ് നിങ്ങളുടെ. ഓക്കെ, നിങ്ങളുടെ മനസ്സ് ലൈക്ക് ഒരു ധൈര്യക്കുറവ്, തെറ്റ് ഞാൻ അല്ലെങ്കിൽ ഡൗട്ട് കയറി വരിക, സംശയം കയറി വരിക. ഓക്കെ, അങ്ങനെയാണ് എനിക്ക് കാണുന്നത്. ബട്ട് ഇവിടെ ഫൈനൽ നിങ്ങൾക്ക് ഔട്ട്കം, ഓക്കെ, ഇത് നിങ്ങൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ നിങ്ങൾക്ക് വളരെയധികം ഗ്രോത്ത് ആണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉണ്ട്, നിങ്ങൾക്ക് എന്തും ചെയ്തെടുക്കാൻ സാധിക്കും, നിങ്ങളുടെ കയ്യിൽ കഴിവുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ നിങ്ങളോട് മുന്നോട്ട് പോകൂ എന്ന രീതിക്കാണ് പറയുന്നത്. നിങ്ങൾ വളരെ കഴിവുള്ള വ്യക്തി, ലേഡി ആവണമെന്നില്ല, ഓക്കെ, ജെൻസ് ആയാലും ശരി, നിങ്ങളുടെ ഉള്ളിൽ ആ കഴിവുകളെയാണ് കാണിക്കുന്നത്. കഴിവ്, നിങ്ങളുടെ ടാലൻസ്, ഓക്കെ, അതുപോലെ ഒരു ശരിക്കും ഒരു എന്താ പറയുക, ഒരു ലീഡറായിട്ട് നിന്ന് എല്ലാവരെയും കൂടെ നയിച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിൽ അങ്ങനെ ഒരു കേപ്പബിലിറ്റി നിങ്ങൾക്കുണ്ട് എന്നാണ് ഇവിടെ. ഓക്കെ, സോ തീർച്ചയായിട്ടും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. ഇവിടെ ക്വീനിൻ്റെ ലെവലിലേക്ക് എത്തുക, ക്വീൻ എന്താ വെച്ചാൽ ഒരു വർക്കറിൽ നിന്ന് ക്വീൻ എത്തിയെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, സോ ബട്ട് ഇവിടെ നിങ്ങളുടെ പേടികൾ തന്നെയാണ് നിങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത്. അതിനെടുത്ത് മനസ്സിൽ നിന്ന് ക്ലിയർ ചെയ്ത് വിടുക. ഓക്കെ, ടെൻഷൻ അടിക്കാതിരിക്കുക, ഡൗട്ട് ചെയ്യാതിരിക്കുക, സംശയിക്കാതിരിക്കുക. ഓക്കെ, വരുമോ വരില്ലേ എന്ന രീതി ഇവിടെ ശരിക്കും നമ്മളെന്തോ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പോലെയാണ്. ഓക്കെ, ചിലപ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ റിസൾട്ട് ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ ഈ എഫേർട്ടിനൊക്കെ ഒരു റിസൾട്ട് വരാൻ വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം. നമ്മളെന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ കരിയറിലാണെങ്കിൽ ഒരു പ്രൊമോഷൻ, ഗ്രോത്ത് കാര്യങ്ങൾ, ഓക്കെ, ബിസിനസ്സിലാണെങ്കിലും തന്നെ അതിൻ്റെ ഒരു ഗ്രോത്ത്, ബട്ട് അതൊക്കെ വരും നിങ്ങൾക്ക്. ഓക്കെ, യൂണിവേഴ്സ് പറയുന്നത് യെസ്, ഇവിടെ തീർച്ചയായിട്ടും അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട് എന്നാണ്. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഡൗട്ട് കൊണ്ട് നിങ്ങൾ സ്വയം അതിനെ സംശയിക്കാതിരിക്കുക. ഓക്കെ, യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക ഫസ്റ്റ് ഓഫ് ഓൾ. ഇതിങ്ങനെ വേറെ വലിയ മേജർ ഒരു ഇതായിട്ടല്ല എനിക്ക് തോന്നുന്നു. കുറച്ച് പേർക്ക് ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ ജലസി ഉണ്ടാവും, വേറെ ആരെങ്കിലും കണ്ണുതട്ടലോ ജലസിയോ എന്തെങ്കിലും ആരെങ്കിലും തടസ്സം ഇടാൻ ശ്രമിക്കുന്നുണ്ടാവും കുറച്ച് പേർക്ക് കേട്ടോ. ഓക്കെ, നമുക്ക് ഇതിൽ കൂടെ എടുത്തേക്കാം. ലയൺ, വാവ്, 88 പോർട്ടൽ വരുന്നുണ്ട് ബൈ ദ വേ. ഓ ഓക്കെ, ശരിയാണ്, ആരെയോ സൂക്ഷിക്കാൻ പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ, പ്ലെയിൻ, വാവ്, മാരേജും കാണുന്നുണ്ട് കുറച്ച് പേർക്ക് ഇവിടെ. ഞാൻ പറഞ്ഞ പോലെ ഇത് ലൈഫിൻ്റെ കാര്യമായിരിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്സിൻ്റെ കാര്യമായിരിക്കാം, മാരേജ് പ്രപ്പോസൽ അങ്ങനത്തെ കാര്യങ്ങളിൽ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യമാണ് കുറച്ച് പേർക്ക്. സോ അതിൽ ബട്ട് യു ആർ അട്രാക്ടിങ് ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ് ആൻഡ് അൺകണ്ടീഷണൽ ലവ്. ഓക്കെ, നിങ്ങൾ അത് വരാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു തരം റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ വരും എന്നാണ് ഇവിടെ. ഓക്കെ, ആൻഡ് ഇവിടെ ബിവെയറും നമ്മുടെ ഡെവിളും ഞാൻ നേരത്തെ പറഞ്ഞ ആ സിറ്റുവേഷൻ എനിക്ക് കാണുന്നുണ്ട്. ബി കെയർഫുൾ ഹൂ യു ട്രസ്റ്റ്. മനസ്സിലായോ? ഓക്കെ, യെസ്, ഞാൻ പറഞ്ഞില്ലേ ഒരു മൂന്നാമതൊരു വ്യക്തിയാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ പാർട്ട്ണറായിട്ടൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒന്ന് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ സോറി, നമ്മൾ ഡൗട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല ശരിക്കും, ബട്ട് എന്നാലും ഒരു ശ്രദ്ധ വെക്കേണ്ടതുണ്ട്. കാരണം 2 കാർഡ് നമുക്ക് ഒപ്പം വന്നു, ഡെവിൾ ആൻഡ് ബിവെയർ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഒരു വാർണിംഗ് ആണ്. ഓക്കെ, സൂക്ഷിക്കുക. നിങ്ങളോട് പറയുന്നത് ആരെയാണ് ട്രസ്റ്റ് ചെയ്യുന്നത് എന്ന്. മേ ബി നിങ്ങൾ ഇപ്പോൾ ഒരു ജോലി ഏൽപ്പിച്ചു ആരെങ്കിലും, ഓക്കെ, ആരെങ്കിലും ജോലി ഏൽപ്പിച്ചു, അവർ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നിങ്ങളൊന്ന് കണ്ണ് വെക്കണം. ഓക്കെ, അത്രയെങ്കിലും നിങ്ങൾ ചെയ്യാം. എനിക്ക് അവർ ചെയ്യുന്നത് കറക്റ്റായിട്ട്, അവർ വർക്കൊക്കെ നിങ്ങൾ കൊടുത്താലും അത് ചെയ്യുന്നുണ്ടോ, അവർ ശരിയായിട്ടാണോ ചെയ്യുന്നതെല്ലാം നിങ്ങളൊരു വാച്ച് വയ്ക്കുക എപ്പോഴും. ഓക്കെ, സോ വാർണിംഗ് ഉണ്ട് ഇവിടെ, ബി കെയർഫുൾ. ലയൺ ഉണ്ട്. Harness the loyal and protective aura of the lion and charge ahead magnificently. നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് യൂസ് ചെയ്ത് നിങ്ങളുടെ ഒരു പവർ ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ ഒരു കഴിവുണ്ട്, നിങ്ങളുടെ പവർ ഉണ്ട്, അത് യൂസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ്. ആൻഡ് ആക്ച്വലി 88 പോർട്ടൽ നമ്മുടെ വരുന്നുണ്ട്. ലിയോ സൈനാണ് ഇപ്പോൾ നടക്കുന്നത്, ലയണിൻ്റെ സൈനാണിപ്പോൾ. ഓക്കെ, ഇപ്പോൾ ഈ ഒരു സ്ട്രെങ്ത് എല്ലാവരിലേക്കും കൊണ്ടുവരാനുള്ളൊരു സമയമാണ്, വരുന്നൊരു സമയമാണ്. ഓക്കെ, അത് നിങ്ങൾ യൂസ് ചെയ്യുക, ഈ സ്ട്രെങ്ത് യൂസ് ചെയ്ത് നിങ്ങൾ ധൈര്യത്തിൽ മുന്നോട്ട് പോകുക. എന്തോ തന്നെ തടസ്സം ഉണ്ടെങ്കിലും ശരി, ആര് തന്നെ എന്ത് തന്നെ പ്രോബ്ലം ഉണ്ടാക്കിയാലും ശരി, നമ്മൾ ചെയ്യാനുള്ള ചില കാര്യങ്ങളുണ്ടല്ലേ, നമ്മൾ വാച്ച് ചെയ്യുക, നമ്മൾ ശ്രദ്ധിക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ആൻഡ് ഇവിടെ പ്ലെയിൻ കാണുന്നുണ്ട്. സോ ഇതും അഗെയിൻ ഇവിടെ ഒരു ജേർണിയുടെ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, യാത്ര പോകാൻ മേ ബി ഇത് കടലുണ്ട് ഇവിടെ. സോ കടൽ കടന്ന് അപ്പുറത്തേക്ക് പോകുന്ന പോലെയാണ്. അഗെയിൻ പ്ലെയിൻ ആണ്. സോ മേ ബി കുറച്ച് പേർക്ക് നിങ്ങൾ അബ്രോഡ് പോകാൻ ശ്രമിക്കുന്നു, പഠിക്കാൻ, ജോലിയുടെ കാര്യത്തിന് എന്തെങ്കിലും എക്സ്പാൻഷന് ശ്രമിക്കുന്നു. ഓക്കെ, ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഓർഡർ എന്തെങ്കിലും അവിടുന്ന് എവിടെയെങ്കിലും വരാൻ വെയിറ്റ് ചെയ്യുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ട്. ആൻഡ് ഈവൻ യാത്ര പോകാനാണെങ്കിലും, ഓക്കെ, നിങ്ങൾ പുറത്തേക്ക് എവിടെയെങ്കിലും പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ജോലിക്കൊക്കെ ആയിട്ട്, അത് തീർച്ചയായിട്ടും നടക്കും. ജേർണി ഇസ് ഇൻഡിക്കേറ്റഡ് എയ്തർ ഫിസിക്കലി ഓർ മെറ്റഫോറിക്കലി, രണ്ടും ആവാം. ഓക്കെ, യുവർ ലൈഫ് വിൽ ബിക്കം മോർ ഫുൾ. ഓക്കെ, എന്തായാലും നിങ്ങൾക്കൊരു എക്സ്പാൻഷൻ കാണുന്നുണ്ട്. ഇതിപ്പോൾ കുറച്ച് പേർക്ക് ശരിക്കും ഉള്ള യാത്രയായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു കാര്യങ്ങളുടെ മുന്നോട്ടുള്ള പോക്ക്, അങ്ങനെ എടുത്തോളൂ.
ഓക്കെ, മുന്നോട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് ഗ്രോത്ത് എന്ന രീതിക്ക് എടുക്കൂ. ബട്ട് ഓക്കെ, ബി കെയർഫുൾ, വാർണിംഗ്. ഓക്കെ, ഇതിപ്പോൾ റിലേഷൻഷിപ്പിലാവാം, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ജോലിയിലാവാം, എന്ത് കാര്യത്തിലായാലും ശരി, ലൈഫിൽ നിങ്ങൾക്കുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത്. അതിൽ ഗ്രോത്ത് ഉണ്ടാവും എന്ന് തന്നെയാണ്. ഗ്രോത്ത് ഉണ്ടാവും, എക്സ്പാൻഷൻ ഉണ്ടാവും തീർച്ചയായിട്ടും. റിലേഷൻഷിപ്പ് ആണെങ്കിലും ശരി, അതൊരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നതായിട്ട് തീർച്ചയായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, ബട്ട് ഇടയിൽ ഈവൻ റിലേഷൻഷിപ്പിലായാലും നിങ്ങൾ ആരെയും ഒന്ന് കെയർഫുൾ ആവേണ്ടതുണ്ട് എന്നുകൂടിയുണ്ട്. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.